ഓക്കെ, തുടങ്ങുകയാണ്. റിക്രൂട്ട്മെൻറ്റ്. ഫസ്റ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. ദർ ആർ ടു സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണുള്ളത്. ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ സോഴ്സസ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് ട്രാൻസ്ഫർ. ഇറ്റ് ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. അപ്പോൾ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് എംപ്ലോയിയെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. one department to of another or from one shift to another without a substantive change in the responsibilities and status of employees. അപ്പം സ്റ്റാറ്റസിലോ റെസ്പോൺസിബിലിറ്റിയിലോ ചേഞ്ച് ഉണ്ടാവുന്നില്ല. നമ്മളൊരു എംപ്ലോയിയെ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോബിലേക്ക് മാറ്റുന്ന, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റസിലോ എംപ്ലോയിയുടെ പേയിലോ ഒന്നും മാറ്റം വരുന്നില്ല. ഇറ്റ് മേ ലീഡ് ടു ചേഞ്ച് ഇൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ലീഡ് ടു ചേഞ്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ചേഞ്ച് ആവുന്നു, വർക്കിംഗ് കണ്ടീഷൻ മാറും, ബട്ട് നോട്ട് നെസസറി സാലറി. പക്ഷേ സാലറിയിൽ എന്തില്ല, ട്രാൻസ്ഫർ ആവുന്ന പറഞ്ഞുകൊണ്ട് സാലറിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സിൽ ഒന്നാമത്തെയാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ പറയാൻ പറഞ്ഞത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ ലീഡ്സ് ടു ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷൻ ക്യാരിങ് ഹയർ റെസ്പോൺസിബിലിറ്റീസ്, ഫെസിലിറ്റീസ്, സ്റ്റാറ്റസ് ആൻഡ് പേ. പ്രൊമോഷൻ ഈസ് എ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് എംപ്ലോയീസ് ആണ്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് ലീഡ്സ് ടു ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷനാണ്. എംപ്ലോയിയെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ഹയർ, ഇപ്പോഴുള്ള പൊസിഷനിൽ നിന്ന് ഹൈ പൊസിഷനിലേക്ക്. പോലീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കൂളിലെ ഓരോ പോസ്റ്റിലുള്ള അധ്യാപകരൊക്കെ ഇല്ലേ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സിനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് മാറ്റുന്നു. അപ്പോൾ അവിടെ പ്രൊമോഷൻ വരും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയിയെ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് ചേഞ്ച് ചെയ്യാണ്, ഹൈ പൊസിഷനിലോട്ട് മാറ്റുകയാണത്. ക്യാരിങ് ഹയർ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഫെസിലിറ്റീസ്, സ്റ്റാറ്റസ് ആൻഡ് പേ. അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റി കൂടുതൽ ഫെസിലിറ്റി കിട്ടും, സ്റ്റാറ്റസ് മാറും, അതുപോലെ പേയ്മെൻറ്റിൽ മാറ്റം ഉണ്ടാകും, സാലറി കൂടുകയൊക്കെ ചെയ്യും. പ്രൊമോഷൻ ഈസ് എ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് എംപ്ലോയി. പ്രൊമോഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പം മെറിറ്റ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സാണ്. ഈ ഇൻറ്റേർണൽ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള മെറിറ്റ് എന്തൊക്കെയാണെന്ന്. ഒന്ന്, എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യപ്പെടും, അങ്ങനെ അവരുടെ ഈ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ട്, ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ഓൾസോ സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈസ് ചെയ്യുന്നുണ്ട് പ്രോസസ് ഓഫ് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. സെലക്ഷനും പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ്റെ പ്രോസസ്സ്, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട് ഇൻറ്റേർണൽ സോഴ്സ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതൊരു മെറിറ്റായിട്ടാണ് പറഞ്ഞത്. തേർഡ് വൺ, ട്രാൻസ്ഫർ ഈസ് എ ടൂൾ ഓഫ് ട്രെയിനിങ് ദ എംപ്ലോയീസ് ടു പ്രിപ്പയർ ദം ഫോർ എ ഹയർ ജോബാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഈസ് എ ടൂൾ ഓഫ് ട്രെയിനിങ് ആണ്. ട്രാൻസ്ഫർ നമുക്കറിയാം ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ടൂൾ ഓഫ് ട്രെയിനിങ് ദ എംപ്ലോയീസിന് ഒരു ടൂൾ ഓഫ് ട്രെയിനിങ് ആണ്, ടു പ്രിപ്പയർ ദം ഫോർ എ ഹയർ ജോബ്. ഹയർ ജോബിലേക്ക് എത്തുന്നതിനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അടുത്തൊരു അഡ്വാൻറ്റേജ്, ഫില്ലിംഗ് ഓഫ് ജോബ് ഇൻറ്റേർണലി ഈസ് ചീപ്പർ ആസ് കമ്പയർഡ് ടു ഗെറ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സിലൊരു എംപ്ലോയിയെ കണ്ടെത്തി നമ്മൾ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും കൊടുത്ത് അവരെ നമ്മുടെ ഒരു എംപ്ലോയി ആക്കി മാറ്റുന്നതിനേക്കാൾ ചീപ്പറാണ് ഈ പറയുന്ന ഇൻറ്റേർണൽ രീതിയിലുള്ള എംപ്ലോയിയെ കണ്ടെത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ മെറിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന് കുറേ ഡീമെറിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന്, ദ സ്കോപ്പ് ഫോർ ഇൻഡക്ഷൻ ഓഫ് ഫ്രഷ് ടാലൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ടാലൻ്റായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊരു പോരായ്മയായിട്ട് വരുന്നത്. ഇൻറ്റേർണലി ആകുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ളവരെ ലഭിക്കത്തില്ല, അതൊരു പോരായ്മയാണ്. അടുത്ത്, എംപ്ലോയീസ് മേ ബിക്കം ലെതർജിക് ഇഫ് ദേ ആർ ഷുവർ ഓഫ് ടൈം ബൗണ്ട് പ്രൊമോഷൻ. അപ്പോൾ ഇവിടെ എംപ്ലോയീസ് മേ ബിക്കം ലെതർജിക് ഇഫ് ദേ ആർ ഷുവർ ടു ടൈം ബൗണ്ട് പ്രൊമോഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ടൈം എന്ന് പറയുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ടൈം ബൗണ്ട് പ്രൊമോഷനായിട്ട് മാറുന്നു, അപ്പോൾ അതൊരു പോരായ്മയാണ്. അടുത്തത്, എ ന്യൂ എൻ്റർപ്രൈസ് കനോട്ട് യൂസ് എ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. പുതിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പോസിബിൾ അല്ല. നോ ഓർഗനൈസേഷൻ ക്യാൻ ഫിൽ ഓൾ ഇറ്റ്സ് വേക്കൻസീസ് ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ്. എല്ലാ വേക്കൻസി ഇൻറ്റേർണൽ സോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോയിൻമെൻറ്റ് നടത്താൻ കഴിയുകയില്ല പുതിയ സ്ഥാപനമാണെങ്കിൽ. അടുത്തത്, നാലാമത്തെ പോയിന്റ് പറയുന്നത്, സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ദ എംപ്ലോയീസ് മേ ബി ഹാമ്പേർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റേർണലി നമുക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന വഴി എംപ്ലോയീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ അവിടെ ഇല്ലാതാവും. കാരണം അയാളെ ട്രാൻസ്ഫർ ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ അയാളെ ഇൻറ്റേർണലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു അതൊരു പോരായ്മയാണ്. കോമ്പറ്റീഷൻ എമംഗ് ദ എംപ്ലോയീസ് മേ ബി ഹാമ്പറിങ് ആണെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത, ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി മേ ഓഫൺ റെഡ്യൂസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. നമുക്കറിയാം ഫ്രീക്വൻ്റ് ആയിട്ട് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളുടെ ഉൽപ്പാദനക്ഷമത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡീമെറിറ്റ് ആയിട്ട് പറയാം.
അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സിൻ്റെ കാര്യം ക്ലിയർ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ രീതിയാണ് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പ്രൊവൈഡ് വൈഡ് ചോയ്സ് ആൻഡ് ബ്രിങ് എ ന്യൂ ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷനാണ്. എക്സ്റ്റേണലിൽ വരുമ്പോൾ വൈഡ് ചോയ്സ് ആണ്, പുതിയ ബ്ലഡ് അല്ലെങ്കിൽ ന്യൂ ബ്ലഡ് അല്ലെങ്കിൽ ന്യൂ ടാലൻറ്റഡ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് എന്നുള്ളതാണ്. പുതുതായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ലഭിക്കും. ദ കോമൺലി യൂസ്ഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആർ ഡിസ്കസ്ഡ് ബിലോ. കോമൺ ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ എംപ്ലോയീസിനെ കണ്ടെത്തുന്ന മെത്തേഡുകളാണ് പറയുന്നത്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാഷ്വൽ കോളർ, അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്, ലേബർ കോൺട്രാക്ടേഴ്സ്, അഡ്വർടൈസിങ് ഓൺ ടെലിവിഷൻ, വെബ് പബ്ലിഷിംഗ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റേണൽ സോഴ്സിൽ റിക്രൂട്ട്മെൻറ്റ് നടത്താമെന്നുള്ളതാണ് പറയുന്നത്. ഇനി മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സാണ്. എക്സ്റ്റേണൽ സോഴ്സിൻ്റെ മെറിറ്റ് എന്താണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത്. ഒന്ന് ക്വാളിഫൈഡ് പേഴ്സണെ ലഭിക്കും. ഓക്കെ, ബൈ യൂസിങ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ദ മാനേജ്മെൻറ്റ് ക്യാൻ അട്രാക്ട് ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പീപ്പിൾ. ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ട്രെയിൻഡ് ആയിട്ടുള്ള പീപ്പിളിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ലഭിക്കുന്നതിന് ഈ എക്സ്റ്റേണൽ സോഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മെറിറ്റായിട്ട് പറയുന്നത്. രണ്ട് വൈഡർ ചോയ്സാണ്. ഇഷ്ടംപോലെ ധാരാളം ആൾക്കാരുണ്ടാവും, അതിൽ നിന്ന് വൈഡർ ചോയ്സ് ഉണ്ട്, അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാൻ പറ്റും. മാനേജ്മെൻറ്റ് ഹാസ് എ വൈഡർ ചോയ്സ് വൈൽ സെലക്ടിങ് ദ പീപ്പിൾ ഫോർ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് വൈഡർ ചോയ്സ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്ത ഫ്രഷ് ടാലൻറ്റഡ് ആണ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് പ്രൊവൈഡ്സ് വൈഡർ ചോയ്സ് ആൻഡ് ബ്രിങ് ന്യൂ ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വൈഡർ ചോയ്സ് ആണ്, ആൻഡ് ബ്രിങ്സ് ന്യൂ ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ. പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ടാലൻ്റ് ആയിരിക്കും, സ്കിൽഡ് ആയിരിക്കും. ഹവർ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. എന്നാൽ അത് വളരെ ചിലവ് കൂടുതലും സമയമെടുക്കുന്നതും പ്രോസസ്സാണെന്നാണ് പറയുന്നത്. അതുപോലെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ട് ഇവിടെ. ഇഫ് എ കമ്പനി ടാപ്സ് എക്സ്റ്റേണൽ സോഴ്സ് ദ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് വിൽ ഹാവ് ടു കോമ്പീറ്റ് വിത്ത് ഔട്ട്സൈഡർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് വിൽ ഹാവ് കോമ്പീറ്റ് വിത്ത് ഔട്ട്സൈഡറുമായിട്ട് എന്ത് ചെയ്യേണ്ടതായിരിക്കും? കോമ്പീറ്റ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അവർക്കുള്ളയും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വർദ്ധിക്കും. കാരണം വരുന്ന ആളിനോടൊപ്പം മത്സരിച്ച് അവരുടെ ടാലൻറ്റ് എന്ത് ചെയ്യണം? ഷോ ചെയ്യണമെന്ന് പറഞ്ഞവരനുസരിച്ച് കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊരു മെറിറ്റായിട്ടാണ് പറയുന്നത്. 4 പോയിന്റ്. അടുത്ത് പറയുന്നത് ലിമിറ്റേഷൻ ഓഫ് എക്സ്റ്റേണൽ സോഴ്സാണ്. എക്സ്റ്റേണൽ സോഴ്സിൻ്റെ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. നിലവിലുള്ള സ്റ്റാഫിന് ഒരു സംതൃപ്തി കുറവ് വരും, കാരണം പുറത്തുനിന്ന് ആളിനെ എടുക്കുമല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് റിക്രൂട്ട്മെൻറ്റ് മേ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ എമംഗ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. അപ്പോൾ അവർക്കൊരു ഫ്രസ്ട്രേഷനും ഡിസാറ്റിസ്ഫാക്ഷനും ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ലെങ്തി പ്രോസസ്സാണ്. റിക്രൂട്ട്മെൻറ്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ടേക്സ് എ ലോങ് ടൈം. ഇപ്പോൾ എക്സ്റ്റേണൽ സോഴ്സസിൽ ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് കുറേ ലെങ്തി പ്രോസസ്സാണെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത കോസ്റ്റ്ലി പ്രോസസ്സാണ്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ടു റിക്രൂട്ട് സ്റ്റാഫ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ്. എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഒരാളെ കണ്ടെത്തുന്നത് വളരെ കോസ്റ്റ്ലി ആണെന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അടുത്തത് നമുക്ക് സെലക്ഷനാണ്. ഓക്കെ, അപ്പോൾ അത്രയൊന്ന് വായിച്ച് നോക്കിക്കോളൂ.